ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 24. 5/3/1987. സമാധാനം നിന്നോടുകൂടെ. വസൂല, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എന്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങയുടെ അരികെ വസിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാനും നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. വസൂല, ഞാൻ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും രാജാവും പരമാധികാരിയുമാണ്. എന്റെ പരിശുദ്ധമായ മുഖം നിങ്ങൾക്കെല്ലാവർക്കും വെളിപ്പെടുത്തിക്കൊണ്ട് ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടിയുള്ള എന്റെ ആഹ്വാനത്തിന്റെ തുടക്കമാണിത്. മകളെ, ഞാൻ നിന്നെ കൂടുതലായി ജ്ഞാനം അഭ്യസിപ്പിക്കാം. എന്റെ വിളികളെ ശ്രവിച്ചുകൊണ്ടും അവ എഴുതിയെടുത്തുകൊണ്ടും എന്നെ സന്തോഷിപ്പിക്കുക. എന്റെ സന്ദേശം എഴുതിയെടുക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. വരൂ, എല്ലാം വൃഥാവിലായി പോവുകയില്ല. ഉവ്വ് എന്റെ കർത്താവേ. എന്റെ അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് തരുന്നു. വരൂ, എന്നെ ചാരി ആശ്രയിച്ചുകൊള്ളുക. മകളെ, എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുക. എപ്പോഴും എന്നെ അന്വേഷിക്കുക. ഒരിക്കലും എന്നെ നിരസിക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുക. എന്റെ വചനം നിറവേറ്റുക. എന്റെ നിത്യമായ സമാധാനം നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. കുറച്ചു കഴിഞ്ഞ് വസൂല, എന്റെ അടുക്കൽ നിലകൊള്ളുക. ഒരു ഉത്തമ ഭർത്താവ് എന്ന നിലയിൽ നിനക്ക് കുറവുള്ളതെല്ലാം ഞാൻ സമൃദ്ധമായി നിനക്ക് നൽകുമെന്ന് നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പറയുന്ന ഓരോ വാക്കും എഴുതിയെടുക്കുക. നമ്മൾ ഒന്നിച്ചു പ്രവർത്തിക്കും. സന്ദേശം എഴുതിയെടുക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. ഞാൻ വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന ചൊല്ലി. വിശുദ്ധ മിഖായേൽ മാലാഖ എനിക്ക് ഉത്തരം തന്നു. ദൈവത്തിന്റെ ശക്തിയാൽ വിശുദ്ധ മിഖായേൽ മാലാഖയായ ഞാൻ മനുഷ്യരെ നശിപ്പിക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും നരകത്തിലേക്ക് തള്ളിയെറിയുന്നു. പിന്നീട് ഞാൻ വിശുദ്ധ ബെർണാഡിന്റെ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി. പ്രിയപ്പെട്ട മകളെ, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നിത്യമായ സമാധാനം നിനക്കുണ്ടാകട്ടെ. അവസാനം വരെയും ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. വസൂല, ഈ സന്ദേശം നിറവേറ്റുക. ദൈവത്തിന്റെ വചനം നിറവേറ്റുക. നിന്റെ പരിശുദ്ധ പിതാവിനെ ചാരി ആശ്രയിക്കുക. എന്തെന്നാൽ അവിടുന്ന് ഏറ്റവും ശക്തനാണ്. അവിടുത്തെ സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക. നീ ഇതെല്ലാം നിറവേറ്റുമോ? ഞങ്ങളുടെ അടുക്കൽ നിലകൊള്ളുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 6/3/1987. വസൂല, ഇത് ഞാനാണ്, നിന്റെ രക്ഷകനായ യേശു. നിനക്ക് വിശക്കുന്നുണ്ടോ? യേശുവേ, വാസ്തവത്തിൽ എനിക്കിപ്പോൾ വിശപ്പുണ്ട്. എപ്പോഴും വിശപ്പുണ്ടായിരിക്കട്ടെ. എന്റെ അപ്പത്തിനു വേണ്ടി വിശക്കുക. വരൂ, എന്റെ അപ്പം സൗജന്യമാണ്. നീ എന്നിൽ നിന്നും ഭക്ഷിക്കുമ്പോൾ നീ സംതൃപ്തയാകും. യേശുവേ, ഞാൻ ഭൗതിക ആഹാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വസൂല, അതെനിക്കറിയാം. എന്നാൽ നീ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? യേശുവേ, രണ്ടും എനിക്കിഷ്ടമാണ്. ഈ ലോകത്തിന്റെ അപ്പം നിനക്ക് അല്പകാലത്തേക്ക് മാത്രമേ സംതൃപ്തി നൽകുകയുള്ളൂ. എന്നാൽ നീ എന്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ നിനക്ക് പൂർണ്ണ സംതൃപ്തി ലഭിക്കും. എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. വസൂല, ഞാൻ നിന്നെ പരിപോഷിപ്പിക്കും. യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അല്ലയോ മകളെ, യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന വാക്കുകൾ ഓരോ അധരങ്ങളിൽ നിന്നും കേൾക്കുവാൻ ഞാൻ അതിയായി അഭിലഷിക്കുന്നു. നിനക്കെന്റെ ഹൃദയത്തെ അനുഭവിച്ചറിയുവാൻ ആഗ്രഹമുണ്ടോ? എന്നെ നോക്കുക. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ അവിടുത്തെ ഹൃദയത്തെ നോക്കി. അവിടുത്തെ മാരടം പ്രകാശത്താൽ ജ്വലിച്ചിരുന്നു. എന്റെ ഹൃദയം തീവ്രമായ സ്നേഹത്താൽ ജ്വലിക്കുന്നു. എന്റെ ഹൃദയം അതിന്റെ സ്നേഹജ്വാല കൊണ്ട് നിന്നെ ദഹിപ്പിക്കുവാൻ അപേക്ഷിക്കുന്നു. എന്റെ ഹൃദയം നിന്നെ വശീകരിച്ചെടുത്ത് നിന്നെ എന്നേക്കും എന്റേതാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. മകളെ, വരൂ, സ്നേഹത്തിനായി നിലവിളിക്കുക. സമാധാനത്തിനായി നിലവിളിക്കുക. അവസാനം വരെ എന്നോട് ഒന്നായി ഐക്യപ്പെട്ടിരിക്കുക. വരൂ, നമുക്ക് മറ്റു മനുഷ്യരെ പുനരുദ്ധരിക്കാം. പ്രിയപ്പെട്ടവളെ, എന്നെ നിനക്ക് മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നതിനു വേണ്ടി നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. യേശുവെ, അങ്ങയെ സ്നേഹിക്കുന്നത് വേദനാജനകമാണ്.
കാരണം സ്നേഹിക്കുമ്പോൾ ശരീരം വിട്ട് അങ്ങയോടുകൂടി ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അക്കാരണത്താലാണ് സ്നേഹിക്കുന്നത് വേദനാജനകമായത്. നിങ്ങളെല്ലാവരോടുമുള്ള എൻ്റെ അതിരറ്റ സ്നേഹം മൂലം ഞാൻ വേദന സഹിക്കുന്നു. സ്നേഹത്തിനു വേണ്ടി ഞാൻ ക്രൂരമായ പീഡ സഹിച്ചതാണ്. നിങ്ങളോടുള്ള സ്നേഹത്തിന് പ്രതികരണം ലഭിക്കാത്തപ്പോൾ ഞാൻ ഇപ്പോഴും സഹിക്കുന്നു. എൻ്റെ വേദന നിനക്ക് ഊഹിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവളെ, എന്നെ സത്യമായി സ്നേഹിക്കുന്നവരെ എനിക്ക് ആവശ്യമുണ്ട്. എന്നെ അവഗണിക്കുന്നവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ തയ്യാറുള്ളവരെ തന്നെ. സ്നേഹത്താൽ അവർക്ക് വേണ്ടി എൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിച്ചിട്ട് അവരിൽ നിന്ന് യാതൊരു പ്രതിസ്നേഹവും ലഭിക്കാത്തപ്പോൾ എന്തനുഭവപ്പെടുമെന്ന് അവർ അറിയട്ടെ. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും എന്റെ കുരിശു വഹിക്കുന്നതിൽ നീ മടുത്തു പോകരുത്. അപ്രകാരം എനിക്ക് വേണ്ടി നീ ആ കുരിശു വഹിക്കുമ്പോൾ അവശനായി എനിക്ക് ആശ്വാസം തരികയാണ്. പ്രിയപ്പെട്ടവളെ, എനിക്ക് വിശ്രമിക്കണം. യേശുവെ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യാം. വൈകുന്നേരം എനിക്ക് ദുഃഖവും സങ്കടവും അനുഭവപ്പെട്ടു. 7/3/1987. വസൂല, യേശുവായ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവളെ, ഞാൻ വിശ്രമിച്ചു കഴിഞ്ഞു. വരൂ, ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എനിക്ക് ആശ്വാസമുണ്ട്. എന്നെ വിശ്വസിക്കുക. നമുക്ക് സ്നേഹപൂർവ്വം പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുകയും ചെയ്യാം. വരൂ, പരിഹാരം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഞാൻ ജീവന്റെ അമൃതാണ്. ഞാൻ നിത്യജീവനാണ്. ഞാൻ പുനരുത്ഥാനമാണ്. യേശുവെ, എല്ലാവരും അങ്ങയെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങയുടെ ഇത്രയും വലിയ സ്നേഹത്തിന് പ്രതിസ്നേഹം ലഭിക്കാത്തത് എത്രയോ ഭയങ്കരമാണ്. റസൂല, എന്റെ ആഗ്രഹം നിന്റെ ദേഹിയിൽ അഥവാ നിന്നിൽ ഞാൻ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. മകളെ, എനിക്ക് സന്തോഷം തന്നുകൊണ്ട് ഇപ്രകാരം പറയുവാൻ പരിശീലിക്കുക. നമുക്കൊന്നിച്ചു പോയി പ്രവർത്തിക്കാം. നമുക്കിത് ചെയ്യാം. നമ്മൾ എന്ന വാക്ക് ഉപയോഗിക്കുക. നമ്മൾ എന്നേക്കുമായി ഐക്യപ്പെട്ട് ഒന്നാക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവേ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുക. എനിക്ക് യാതൊന്നും നിരസിക്കാതിരിക്കുക. മകളെ, ഇന്ന് നീ എന്നോടുകൂടെ എന്റെ ശത്രുവിന്റെ അന്ധകാര സാമ്രാജ്യത്തിനുള്ളിൽ കടന്ന് എന്നെ തള്ളിക്കളഞ്ഞവർ എപ്രകാരം യാതന സഹിക്കുന്നെന്ന് മനസ്സിലാക്കും. യേശുവെ, അവർ നശിച്ചു പോയോ? നരകത്തിലുള്ളവർ നശിച്ചുപോയി. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തുള്ളവർ എന്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്താലും പ്രാർത്ഥനയാലും അവരുടെ പരിഹാര പ്രവൃത്തികളാലും രക്ഷിക്കപ്പെടുന്നു. ഭയപ്പെടേണ്ട, എന്തെന്നാൽ എന്റെ പ്രകാശം നിന്നെ സംരക്ഷിക്കുന്നു. ഞാൻ നിന്നോടുകൂടിയുണ്ട്. ഞാനിപ്പോൾ പാതാളത്തിലാണ്. അതൊരു ഭൂഗർഭ ഗുഹ പോലെ തോന്നി. മുഴുവൻ അന്ധകാരമാണ്. തീ മാത്രം കത്തുന്നുണ്ട്. അത് ഈർപ്പമുള്ളതും അതിന്റെ തറ ഒട്ടിപ്പിടിക്കുന്നതുമായിരുന്നു. ഒരു നിരയിൽ അനേകം മൃതരെ ഞാൻ കണ്ടു. അവർ ബന്ധിക്കപ്പെട്ടിരുന്നു. അവരുടെ തല മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. കഠിനവേദനയാൽ പൊളയുന്ന മുഖങ്ങളാണ് കാണുവാൻ സാധിച്ചത്. അവിടെ വലിയ ശബ്ദമായിരുന്നു. വലിയ ഇരുമ്പ് യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയുള്ള ശബ്ദം, അലമുറയിടുന്ന ശബ്ദം, ഇടിക്കുന്ന ശബ്ദം, വലിയ നിലവിളി ശബ്ദം. ഇവരുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അയാളുടെ കൈകൾ വിരിച്ചു പിടിച്ചിരുന്നു. അയാളുടെ കൈകൾക്കുള്ളിൽ ലാവ നിറച്ചിരുന്നു. നേരത്തെ കണ്ട ആളുകളുടെ മുഖത്തേക്ക് അയാൾ തിളച്ച ലാവ കോരിയൊഴിച്ചു. അവരുടെ മുഖം പൊള്ളി വീർത്തിരുന്നു. ഇയാൾ സാത്താനാണ്. അയാൾ ഞങ്ങളെ കാണുകയും ഞങ്ങളുടെ നേർക്ക് തിരിയുകയും ചെയ്തു. അവളെ നോക്കുക. യേശുവിനെയും എന്നെയും കണ്ടപ്പോൾ സാത്താൻ അരിശത്തോടെ നിലത്തു തുപ്പിയിട്ട് ഇപ്രകാരം പറഞ്ഞു: ദുരിതം പിടിച്ച പുഴു, ഇക്കാലത്ത് നമ്മൾക്ക് പുഴുക്കൾ ധാരാളമുണ്ട്. നമ്മുടെ രക്തം ഊറ്റിക്കുടിക്കുവാൻ വന്ന പുഴുക്കൾ. സാത്താൻ അസഭ്യം പറയുന്നു. സാത്താൻ എന്നോട് പറഞ്ഞു, നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തിളച്ച ലാവ വീണ്ടും അവരുടെ മുഖങ്ങളിൽ ഒഴിക്കുന്നു. ഓ, ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൃതർ നിലവിളിക്കുന്നത് കേൾക്കാമായിരുന്നു. അപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ കോപം കൊണ്ട് അലറിക്കൊണ്ട് സാത്താൻ പറയുകയാണ്: ഭൂമിയിലെ സൃഷ്ടികളെ, എന്നെ കേൾക്കുക. നിങ്ങൾ എന്റെ അടുക്കൽ വരും. അവസാനം താൻ വിജയിക്കും എന്ന് ചിന്തിക്കുന്ന സാത്താൻ എത്ര ഭോഷനാണ് എന്ന് ഞാൻ ചിന്തിച്ചു. എന്റെ ചിന്ത മനസ്സിലാക്കിയിട്ടാകാം സാത്താൻ അലറിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞാനൊരു ഭോഷനല്ല. എന്നിട്ട് രൗദ്രഭീകരമായ ചിരിയോടുകൂടി ആ പാവങ്ങളായ മൃതരോട് പറയുകയാണ്: അവൾ എന്നെ ഭോഷൻ എന്ന് വിളിച്ചത് നിങ്ങൾ കേട്ടില്ലേ? എന്നിട്ട് തികഞ്ഞ പരിഹാസത്തോടുകൂടി സാത്താൻ ഇപ്രകാരം അവരോട് പറഞ്ഞു:
പ്രിയപ്പെട്ട മൃതരെ, അവൾ ഇപ്രകാരം പറഞ്ഞതിന് ഞാൻ നിങ്ങളോട് പകരം വീട്ടും. സാത്താൻ വീണ്ടും തിളച്ച ലാവിയെടുത്തെറിയുവാൻ തയ്യാറെടുക്കുകയാണ്. ഞാൻ യേശുവിനോട് ഇത് തടയുവാൻ അപേക്ഷിച്ചു. യേശു മറുപടിയായിട്ട് പറഞ്ഞു, ഞാൻ അവനെ തടയും. ലാവിയെടുത്തെറിയുവാൻ സാത്താൻ ഒരുമ്പെട്ട ആ നിമിഷത്തിൽ തന്നെ അവന് വളരെ വേദന അനുഭവപ്പെട്ടു. അവൻ വേദന കൊണ്ട് അലറുകയും യേശുവിനെ ശപിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ദുർമന്ത്രവാദിനി, ഞങ്ങളെ വിട്ടുപോകുക. നരകവാതിക്കൽ കാണപ്പെട്ട മൃതർ നിലവിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിന്നീട് ഒരാൾ മുന്നോട്ട് വരുന്നത് കണ്ടു. അയാൾ സാത്താന്റെ ശിങ്കടിയാണെന്ന് എനിക്ക് മനസ്സിലായി. സാത്താൻ അയാളോട് കയർത്തുകൊണ്ട് പറഞ്ഞു, നീ നിന്റെ ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് നീ ചെയ്യുന്നുണ്ടോ? അവളെ ഉപദ്രവിക്കുക, അവളെ നശിപ്പിക്കുക, അവളെ നിരുത്സാഹപ്പെടുത്തുക. സാത്താൻ എന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവൻ ഈ പിശാചിനോട് ഞാൻ യേശുവിനെ കാണുന്നത് നിരുത്സാഹപ്പെടുത്താനും തെറ്റായ വാക്കുകൾ എനിക്ക് ലഭിക്കുവാനും ലഭിക്കുന്ന സന്ദേശങ്ങൾ നശിപ്പിക്കുവാനുമാണ് ആവശ്യപ്പെട്ടത്. ഞാൻ യേശുവിനോട് പറഞ്ഞു, നമുക്കിവിടെ നിന്ന് പോയാലോ? വരൂ, നമുക്ക് പോകാം. നീ ഇതെല്ലാം എഴുതിയെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഞാൻ വേണ്ട തിരുത്തലുകൾ നൽകാം. പ്രിയപ്പെട്ടവളെ, എന്റെ അടുക്കൽ നിലകൊള്ളുക. ദേഹി ജീവിക്കുന്നെന്നും സാത്താനുണ്ടെന്നും എന്റെ മക്കൾ എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ തിരുവചനത്തിൽ എഴുതപ്പെട്ടതൊന്നും കെട്ടുകഥയല്ല. സാത്താനുണ്ട്. സാത്താൻ നിങ്ങളെ നശിപ്പിക്കുവാൻ ജാഗ്രതയോടെ അന്വേഷിക്കുന്നു. സാത്താൻ ഉണ്ടെന്നുള്ള ചിന്തയില്ലാതെ നിങ്ങൾ ആത്മീയമായി ഉറങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ വേദനയും ദുഃഖവുമുണ്ട്. ഞാൻ വന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നു, നിങ്ങൾക്ക് അടയാളങ്ങൾ തരുന്നു. എന്നാൽ എത്രയോ പേർ ഈ മുന്നറിയിപ്പുകളെ കെട്ടുകഥകൾ എന്ന പോലെ കരുതുന്നുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ രക്ഷകനാണ്. എന്റെ വചനം നിഷേധിക്കരുത്. എന്റെ അടുക്കലേക്ക് തിരിഞ്ഞ് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ തീവ്രത അനുഭവിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ സാത്താന്റെ കാൽക്കൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നത്? എന്നിലൊട്ടും വിശ്വസിക്കാത്തവരെ, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരിക. എന്നെ ഉപേക്ഷിച്ചവരെ, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരിക. വന്ന് എന്നെ ശ്രവിക്കുക. എന്തെന്നാൽ ഇതാണ് ശ്രവിക്കുവാനുള്ള സമയം. എന്നെ മുറിവേൽപ്പിക്കുന്നവരെ, എഴുന്നേൽക്കുക, ഉണരുക, സ്വയം നവീകരിച്ച് എന്റെ പ്രകാശം ദർശിക്കുക. എന്നെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ പാപങ്ങളെ എന്റെ രക്തത്താൽ കഴുകിയെടുക്കും. ഞാൻ നിങ്ങളുടെ ബലഹീനതകൾക്ക് മാപ്പ് നൽകി നിങ്ങളോട് ക്ഷമിക്കും. വരൂ, നീതിയുടെ മഞ്ഞുതുള്ളികൾ വലിച്ചെടുത്ത് നിത്യനാശത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദേഹിയെ യഥാസ്ഥാനപ്പെടുത്തുക. ഞാൻ നിങ്ങളെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. എന്റെ നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ഇടയനായ ഞാൻ നഷ്ടപ്പെട്ടു പോയ നിങ്ങളെ കണ്ടിട്ട് അലസമായിരിക്കുമോ? വസൂല, നാശത്തിലകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ ഒരുക്കമാണോ? ഇപ്പോൾ തന്നെയോ യേശുവേ? അതെ, ഇപ്പോൾ തന്നെ. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കർത്താവേ. ഞാൻ നിന്നെ പഠിപ്പിക്കാം. എന്നെ ശ്രവിച്ചുകൊണ്ട് എന്നോടൊപ്പം ഏറ്റുചൊല്ലുക. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ശക്തിയാലും കൃപയാലും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയുടെ ആടുകളെയെല്ലാം ഒന്നിച്ചുകൂട്ടി അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ അവർ അങ്ങയുടെ പ്രിയപ്പെട്ട ഭവനത്തിലേക്ക് തിരിച്ചു വരുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ മക്കളായി അവരെ കടാക്ഷിച്ച് അങ്ങയുടെ കരത്താൽ അവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. വസൂല, നീ എന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ അവിടെയാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുക. 8/3/1987. വസൂല, പ്രിയപ്പെട്ടവളെ, എന്റെ മറ്റുള്ള മക്കളെക്കാൾ അധികമായി എനിക്ക് നിന്നോട് താല്പര്യമുണ്ടെന്ന് നീ കരുതരുതെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ നിനക്ക് യാതൊരു യോഗ്യതയുമില്ല. എന്റെ ദൃഷ്ടിയിൽ നിന്റെ യോഗ്യത അയോഗ്യതയാണ്. എന്നിരുന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിനക്ക് ഈ പ്രത്യേക കൃപാവരം നൽകിയിരിക്കുന്നത് എന്റെ ആഗ്രഹപ്രകാരമാണ്. നീ എന്റെ സന്ദേശവാഹകയായിരിക്കുക. നിന്നിലൂടെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഞാൻ എനിക്കെതിരായി തന്നെ പറയുകയാണെന്ന് നീ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അതിരിട്ടതാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. ഞാൻ നിന്റെ ബലഹീനതകൾ ചൂണ്ടിക്കാട്ടുന്നതിനാൽ ഞാൻ നിന്നെ കുറച്ചേ സ്നേഹിക്കുന്നുള്ളൂ എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കരുത്. നിന്നെ പൂർണ്ണമായി അറിയുന്ന നിന്റെ പരിശുദ്ധ പിതാവാണ് ഞാൻ. നിന്റെ തെറ്റുകൾ ഞാൻ നിനക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നില്ലെങ്കിൽ മറ്റാരാണ് നിനക്കവ ചൂണ്ടിക്കാണിച്ചു തരുന്നത്? വസൂല, ഞാൻ രൂപം കൊടുത്ത ബലഹീന പുഷ്പമാണ് നീ.
നീ വളരേണ്ടതിന് എന്റെ ശക്തി സാംശീകരിക്കുവാൻ ഞാൻ നിന്നെ അനുവദിക്കുന്നു. ഞാൻ നിന്നിലൂടെ നിശ്വസിക്കുന്ന ഈ വെളിപാടുകൾ നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എന്റെ അപ്പം ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടിയാണ്. വിശന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും പോഷിപ്പിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. എന്റെ സന്ദേശം സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ്. നിങ്ങളുടെ അടിസ്ഥാനങ്ങളെയും നിങ്ങളുടെ സൃഷ്ടാവിനെ പറ്റിയും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ സഭ എന്റെ ശരീരമാണെന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ വന്നിരിക്കുന്നു. എന്റെ സഭ എന്റെ സൃഷ്ടികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നു. എന്റെ കരുണയെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. വസൂല, എന്നെ മുറിവേൽപ്പിച്ചിട്ടുള്ള അനേകരിൽ ഒരാൾ നീയായിരുന്നു. എന്റെ സ്നേഹത്തോട് ഒരിക്കലും പ്രതിസ്നേഹം കാട്ടാതിരുന്ന നീ എനിക്ക് കയ്പ് നൽകിക്കൊണ്ടിരുന്നവളായിരുന്നു. ഇത്ര മഹത്തരവും തീക്ഷ്ണവുമായ എന്റെ സ്നേഹത്തിന് പ്രതിസ്നേഹം കാട്ടാതിരിക്കുന്നതിനേക്കാൾ എനിക്ക് കയ്പ് നൽകുന്നത് മറ്റെന്താണുള്ളത്? നിന്റെ ഊഷരാവസ്ഥയിൽ അനുദിന ലോകസുഖങ്ങളുടെ പിന്നാലെ നീ പരക്കം പാഞ്ഞു. ഈ ലോകസുഖങ്ങളെ നീ ദൈവങ്ങളായി അംഗീകരിച്ചുകൊണ്ട് അവയെ നിന്റെ പൂജാവിഗ്രഹങ്ങളാക്കിക്കൊണ്ട് നീ നിന്നെ തന്നെ എന്നിൽ നിന്ന് അകറ്റി മാറ്റി നിർത്തി. ഇതുവഴി എനിക്ക് നീ കയ്പ് നൽകിക്കൊണ്ട് എന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. നീ അന്വേഷിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യാതെ ജീവിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തെ നീ മറന്നു കളഞ്ഞു. ഞാൻ നിന്നിൽ നിന്ന് വിദൂരത്തായിരുന്നു. വരൂ, എന്റെ ഹൃദയത്തെ അനുഭവിച്ചറിയുക. എന്റെ ഹൃദയം നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പുത്രന്മാരെ, എന്റെ പുത്രിമാരെ, വരൂ, എന്റെ അടുക്കിലേക്ക് അടുത്തു വരിക, എന്റെ നേർക്ക് തിരിയുക. നിങ്ങളെ പിടിച്ച് എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തുവാൻ എന്നെ അനുവദിക്കുക. എന്റെ ഹൃദയം നിങ്ങളെ മറച്ചുകൊണ്ട് നിങ്ങൾക്ക് നിത്യസമാധാനം നൽകട്ടെ. വരൂ, എന്റെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കുക. എന്റെ അടുക്കിലേക്ക് വന്ന് എന്റെ ശരീരത്തിൽ നിന്ന് ഭക്ഷിക്കുക. എന്തെന്നാൽ എന്റെ അപ്പം പരിശുദ്ധവും നിങ്ങളെ ശുദ്ധീകരിക്കുന്നതുമാണ്. എന്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്നു. സക്രാരിയിൽ രാവും പകലും നിങ്ങളെ പോഷിപ്പിക്കുവാൻ കാത്തിരിക്കുന്ന എന്നെ വന്നു കാണുക. എന്നെ നിരസിക്കരുതേ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ എനിക്കുള്ള സ്ഥലം എന്തിനു നിരസിക്കുന്നു? എന്നെ ശരിയായി അറിയുവാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കും. കാരണം നിങ്ങൾക്കറിയുവാൻ പാടില്ലാത്ത ഒരാളിനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗികമായി മാത്രം അറിയുന്ന ഒരാളിനെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും? എന്നെ ശരിയായി അറിയുവാൻ പരിശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എന്നെ തീക്ഷ്ണമായി സ്നേഹിക്കും. വസൂല, നീ എന്നിൽ നിന്ന് അകന്നു മാറി. നീ നിന്നെ തന്നെ എന്നിൽ നിന്നും അകറ്റിക്കളഞ്ഞിരുന്നു. നന്മയെ തിന്മയാക്കിക്കൊണ്ട് നീ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു. നന്മയേക്കാൾ തിന്മയോട് നീ ഒട്ടിച്ചേർന്നു നിന്നു. അതിനാൽ ഇപ്പോഴും എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്നവരെ, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കേണ്ടതിനായി അവയെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. വന്ന് എന്നിൽ നിന്ന് ഭക്ഷിക്കുക. വന്ന് എനിക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ കാലിയാക്കി തരിക. ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹത്താൽ നിറയ്ക്കട്ടെ. നിങ്ങൾ ബലഹീനരാണെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ എന്നെ അനുവദിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമ്മതം എനിക്ക് തരിക. നിങ്ങളുടെ എല്ലാ തിന്മകളും പിഴുതെടുത്ത് എന്റെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ നിങ്ങളിൽ വിതയ്ക്കുവാൻ എന്നെ അനുവദിക്കുക. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. വസൂല, തൽക്കാലത്തേക്ക് എഴുത്തു നിർത്താം. ഞാൻ പിന്നീട് പറഞ്ഞു തരാം. എന്റെ സാന്നിധ്യം മറക്കാതിരിക്കുക. നമ്മൾ, നമുക്ക് എന്നത് എപ്പോഴും ഓർക്കുക. ഞാൻ ഓർത്തുകൊള്ളാം. ഞാൻ പരിശ്രമിക്കാം കർത്താവേ. നമുക്ക് തുടരാം. നമുക്ക് തുടരാം. സന്ദേശം തുടരുന്നു. വരൂ, എന്നെ അറിയുവാൻ ശ്രമിക്കുക. ഞാൻ അപ്രാപ്യനല്ല. നമുക്കൊന്നു ചേർന്ന് നടക്കാം. നീ എന്നിലും ഞാൻ നിന്നിലും. നമ്മൾ ഒരിക്കലും വേർപിരിയുന്നില്ല. ഒരിക്കലും വേർപിരിയുന്നില്ല. വന്ന് എന്റെ അനന്തമായ നന്മയിൽ നിന്ന് സ്വീകരിക്കുക. നിന്റെ അശുദ്ധി എന്റെ വിശുദ്ധിയിൽ അലിഞ്ഞില്ലാതാകട്ടെ. അല്ലയോ മകളെ, മാമോദീസായിലൂടെ എന്റെ അനേകം വത്സല മക്കൾ വിശദീകരിക്കപ്പെട്ടുവെങ്കിലും അവരിൽ വളരെ കുറച്ചുപേർ മാത്രമേ എന്നെ ഞാൻ ആയിരിക്കുന്ന നിലയിൽ അറിയുന്നുള്ളൂ. എന്നെ ഒരു സ്നേഹപിതാവായി കാണുവാൻ അവർക്ക് കഴിയുന്നില്ല. ഞാൻ തങ്ങൾക്ക് അപ്രാപ്യനാണെന്ന് കരുതി അവരിൽ അനേകർ എന്നെ വിട്ടുപോകുന്നു. മാറ്റമില്ലാത്ത നിന്ദ്യമായ സ്വഭാവദൂഷ്യം എന്നിൽ ആരോപിച്ചുകൊണ്ട് അനേകർ അവരുടെ തന്നെ ചിന്താശൈലിയിൽ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. മറ്റുള്ളവർ എന്റെ അനന്ത സ്നേഹത്തെ സംശയിക്കത്തക്ക വിധം ചിലർ എന്നെ ഭയപ്പെടുന്നു. ഇവിടെ എനിക്കൊരു തടസ്സമുണ്ടായി. ഞാൻ ഓർഡർ ചെയ്തിരുന്ന യേശുവിന്റെ തിരുമുഖ ചിത്രം ഒരാൾ ഇപ്പോൾ കൊണ്ടുവന്നു. ഞാൻ തിരുമുഖ ചിത്രം നോക്കി ധ്യാനിച്ചു. അതിനുശേഷം ഞാൻ സന്ദേശം എഴുതിയെടുക്കുവാൻ തിരിച്ചു വന്നു. ഞാൻ ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുക. വസൂല, ഞാൻ എത്രമാത്രം കയ്പനുഭവിക്കുന്നു. എന്തുകൊണ്ടാണ് എന്റെ ഇത്രയധികം ആടുകൾ ചിതറിക്കപ്പെട്ടിരിക്കുന്നത്? അവരെ നോക്കുക. എന്റെ ക്രൂശുമരണം വൃഥാവിലായിപ്പോയോ? ഞാൻ എത്രയധികം വ്യസനിക്കുന്നു. ഞാൻ എത്രയധികം തകർന്നിരിക്കുന്നു. ഞാൻ സഹിക്കുന്നു. എന്റെ ആടുകളെ പരിപോഷിപ്പിക്കുക.
സന്ദേശം എഴുതിയെടുക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. ഇല്ല കർത്താവെ, ഞാൻ മടുത്തു പോവുകയില്ല. നിനക്ക് ആവശ്യമുള്ള ശക്തി ഞാൻ നൽകും. വരൂ, നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം. നമുക്ക് തുടരാം. ഞാനാണ് നിന്റെ ഗുരു. എനിക്ക് സന്തോഷം തരിക, എന്റെ സാന്നിധ്യം വിസ്മരിക്കാതിരിക്കുക. വസൂല, നിനക്കെന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിച്ചു. ഞാൻ നിന്റെ കട്ടിലിന്റെ കോണിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ നിന്നിലൂടെ എഴുതുന്ന സന്ദേശം ഞാൻ എഡിറ്റ് ചെയ്യട്ടെ. ഇത് ഞാൻ യേശുവാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നു. എന്നാൽ ഈ അടുത്ത നിമിഷം ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കും. കാരണം നീയും ഇപ്പോൾ തന്നെ എഴുന്നേൽക്കുന്നതാണ്. ഞാൻ ഇതെഴുതി തീർന്നതോടൊപ്പം തന്നെ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. ഞാൻ എഴുന്നേറ്റു. ഏതോ കാര്യം പറയുവാൻ എന്റെ ജോലിക്കാരൻ വന്നതായിരുന്നു. ഈ സന്ധ്യയ്ക്ക് യേശു അവിടുത്തെ ശക്തമായ സാന്നിധ്യം എനിക്ക് നൽകുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സന്ദേശം എഴുതിയെടുക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. നിന്നെക്കൊണ്ട് സന്ദേശം എഴുതിയെടുപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നൽകുക. അത് മാത്രമാണ് ഞാൻ അഭിലഷിക്കുന്നത്. യേശുവെ, അങ്ങ് എത്ര മഹോന്നതനാണ്. ഞാൻ സന്തോഷിക്കുമ്പോൾ നീയും സന്തോഷിക്കുക. എന്നെ അനുഗമിക്കുക. നീ എന്റെ സാന്നിധ്യം വിസ്മരിച്ചാൽ നീ എന്നെ ദുഃഖിപ്പിക്കും. ഒരിക്കലും എന്റെ സാന്നിധ്യം വിസ്മരിക്കരുത്. ഒരിക്കലും. പക്ഷെ കർത്താവെ, ഇത് പ്രയാസമാണ്. ചിലപ്പോൾ എനിക്ക് കാർ ഓടിക്കേണ്ടി വരും. ചിലപ്പോൾ എനിക്ക് റോഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. ചിലപ്പോൾ സ്നേഹിതരുമായി ലോകകാര്യങ്ങൾ സംസാരിക്കുകയായിരിക്കും. ചിലപ്പോൾ എൻ്റെ മകനെ ഗൃഹപാഠം ചെയ്യുവാൻ സഹായിക്കണം. പിന്നെ എങ്ങനെ അങ്ങയുടെ സാന്നിധ്യം നിരന്തരം എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുവാൻ പറ്റും? അത് ഏതാണ്ട് അസാധ്യമാണ്. വസൂല, എന്റെ പുഷ്പമേ, വിനയമുള്ളവളായി, പ്രാർത്ഥനാ നിർഭരയായി, സൗമ്യശീലയായി, കൃപയുള്ളവളായി, സത്യസന്ധയായി, സ്നേഹനിർഭരയായി വർത്തിച്ചുകൊണ്ട് നന്മയിൽ ജീവിക്കുമ്പോൾ നീ എന്നെ തന്നെയാണ് ഓർക്കുന്നത്. വരൂ, നമുക്ക് പോകാം. പ്രകൃത്യാതീതമായ വിധത്തിൽ ഞാൻ നിന്നെ സമീപിച്ച് നിനക്ക് സന്ദേശങ്ങൾ നൽകുന്നു എന്ന കാര്യം ഒരിക്കൽ കൂടി നിനക്ക് വ്യക്തമാക്കി തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കരുണയുള്ള ദൈവമാണെന്ന് ഒരിക്കലും മറക്കരുത്. നിന്റെ നികൃഷ്ടതയും എന്നോട് നിനക്കുണ്ടായിരുന്ന താല്പര്യമില്ലായ്മയും ക്ഷമിച്ചുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്റെ അധരങ്ങളിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നതിനായി ഞാൻ ഈ കൃപാവരം നിനക്ക് നൽകിയിരിക്കുന്നു. വസൂല, നിന്റെ ഹൃദയത്തിൽ വിശ്രമിക്കുന്നത് എനിക്ക് ആശ്വാസം നൽകുന്നു. പിന്നീട് വീണ്ടും സംശയത്തിന്റെ തിരമാലകൾ എന്നെ മൂടി. വരൂ, കഷ്ടതകൾ നിന്നെ ശുദ്ധീകരിക്കുന്നു. എന്നെ ആശ്രയിക്കുക. കഷ്ടതകൾ സഹിക്കുവാൻ തയ്യാറാവുക. പരിഹാരം ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുക. വരൂ, എന്റെ എല്ലാ മക്കളെയും പുനരുദ്ധരിക്കാം. ഇത് കേട്ടപ്പോൾ ഞാൻ പരിക്ഷീണിതയായി. പക്ഷേ എന്റെ ദൈവമേ, ഞാൻ നിസ്സഹായയാണ്. എനിക്ക് എന്തു ചെയ്യുവാൻ കഴിയും? കർത്താവ് വളരെ മൃദുവായ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ എപ്പോഴെങ്കിലും നിന്നെ കൈവിടുമോ? സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഫലങ്ങൾ വിളയിക്കുന്നതിനു വേണ്ടി എന്റെ വചനമാകുന്ന ധാന്യവിത്തുകൾ ഹൃദയവയലുകളിൽ വിതയ്ക്കുക. എന്റെ വചനം എല്ലാവരും അറിയട്ടെ. ഞാൻ നിന്നോടുകൂടി എന്നാളും ഉണ്ടായിരിക്കും. അവർ സംശയിച്ചുകൊണ്ട് അങ്ങയുടെ വചനം നിരസിച്ചാലോ? ഇതിലൊന്നും കാര്യമില്ലെന്നും ഇതൊന്നും ദൈവം പറയുന്നതല്ലെന്നും അവർ ചിന്തിച്ചാലോ? എന്റെ വസൂല, എന്നെ ശ്രവിക്കുക. നീ എന്തിനു ഭയപ്പെടുന്നു? ഈ സൃഷ്ടി മുഴുവൻ നടത്തിയത് എന്റെ കരങ്ങൾ കൊണ്ടാണ്. ഞാൻ സർവശക്തനാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? സൃഷ്ടി മുഴുവൻ എന്റെ ഹിതമനുസരിക്കുന്നു. കുഞ്ഞെ, ഞാൻ അത്യുന്നത ദൈവമാണ്. എന്നെ മഹത്വപ്പെടുത്തുക. ജീവിക്കുന്നതിന് പ്രകാശം ആവശ്യമായ ഒരു പുഷ്പമെന്ന പോലെ എന്നെ ആശ്രയിക്കുക. 17/3/1987. വസൂല, ഇപ്പോൾ നീ എന്റെ കുരിശു വഹിക്കാമോ? യേശുവെ, അങ്ങയുടെ ഹിതപ്രകാരം ഞാൻ വഹിക്കാം. എന്റെ കുരിശ് എത്ര ഭാരമേറിയതാണെന്ന് തൊട്ടനുഭവിച്ചറിയുക. എനിക്കല്പം വിശ്രമം ആവശ്യമാണ്. എന്നെ അനുഗമിക്കുക. എന്റെ ഏറ്റവും അടുത്തേക്ക് വരിക. ഞാൻ എന്റെ വിലയേറിയ കുരിശ് നിന്റെ മേൽ വയ്ക്കാം. പിന്നീട് അന്നേ ദിവസം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം വ്യഥ അനുഭവപ്പെട്ടു. വലിയ വിഷാദത്തിൽ ഞാൻ ആശ്വാസം ആഗ്രഹിച്ചു. എന്നാൽ എനിക്ക് ആശ്വാസം ലഭിച്ചില്ല. എന്റെ കുരിശിന്റെ വലിയ ഭാരം നീ അനുഭവിച്ചറിഞ്ഞു. എന്റെ കുരിശിനെ നീ ഒരിക്കലും നിരസിക്കരുത്. എന്റെ കുരിശിന്റെ ഭാരം അത്യധികമാണ്. വസൂല, എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ എന്നിലേക്ക് ഉയർത്തുന്നതെന്ന് നീ അന്വേഷിക്കേണ്ട. ഞാൻ വന്ന് ഈ സഹനത്തിൽ നിന്ന് നിനക്ക് വിടുതൽ തരുന്നതുവരെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിന്നോട് പ്രവർത്തിക്കുവാൻ എന്നെ അനുവദിക്കുക. പ്രിയപ്പെട്ടവളെ, എന്റെ ഈ നടത്തിപ്പിന് അതിൽ തന്നെ ഒരു രക്തസാക്ഷിത്വവുമുണ്ട്.
അതിന്റെ കാരണം അന്വേഷിക്കുകയും എന്നാൽ അത് കണ്ടെത്താതിരിക്കുകയും ചെയ്യുമ്പോൾ അത് നിനക്ക് രക്തസാക്ഷിത്വം നൽകുന്നു. എനിക്ക് വേണ്ടി സഹിക്കുക, സഹനം നിന്നെ ശുദ്ധീകരിക്കുന്നു. നിന്നെ തന്നെ എനിക്ക് ബലിയായി അർപ്പിക്കുക. അതിന്റെ കാരണമൊന്നും അന്വേഷിക്കേണ്ട. നീ എന്നിൽ വിശ്വസിച്ചാൽ മാത്രം മതി. നിന്നിലൂടെ എന്റെ വചനം വെളിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ എന്റെ മക്കളെ സുഖപ്പെടുത്തുന്നതിന് നിന്നിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ എന്നെ അനുവദിക്കുക. എന്റെ രക്ഷാകരമായ സ്നേഹത്തിൽ വിശ്വസിക്കുക. എന്റെ കുരിശ് ഭാരമേറിയതാണ്. ഇനിയും അനേകം തവണ ഞാൻ എന്റെ കുരിശ് നിന്റെ മേൽ ഭരമേൽപ്പിക്കും. നീ എന്റെ മണവാട്ടിയാണ്, എന്റെ പ്രിയപ്പെട്ടവളും എന്റെ പുഷ്പവും. എന്റെ കുരിശ് വഹിക്കുന്നതിലൂടെ നീ എനിക്ക് ആശ്വാസം നൽകുകയാണ്. നിന്നിലൂടെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ വെളിപാടുകളിൽ എന്റെ ദേഹിയിൽ നിന്നൊഴുകുന്ന വ്യഥകളും വേദനകളും സഹനങ്ങളുമുണ്ട്. വരൂ, ഒരിക്കൽ കൂടി എന്റെ ഹൃദയത്തെ ശ്രവിക്കുക. അത് എപ്രകാരം മുറിപ്പെട്ടിരിക്കുന്നെന്ന് തൊട്ടനുഭവിച്ചറിയുക. അത് എപ്രകാരം നിങ്ങളെ എല്ലാവരെയും അന്വേഷിക്കുന്നുണ്ടെന്ന് അനുഭവിച്ചറിയുക. എന്നിട്ട് ഇനിയും സങ്കടം അടക്കി നിർത്തുവാൻ കഴിയുന്നില്ലെന്നും തോന്നുന്ന വിധത്തിൽ സങ്കടത്താൽ മരണത്തോളം അടുത്തതുപോലെ സങ്കടം നിറഞ്ഞ അവിടുത്തെ ദേഹിയുടെ ഒരു നിലവിളിയായി അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു: സൃഷ്ടിയെ, എന്റെ പിതാവ് തന്റെ സ്വന്തം കരത്താൽ മെനഞ്ഞെടുത്ത സൃഷ്ടിയെ, എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ഇത്രമാത്രം ദുഃഖം നൽകുന്നത്? അവിടുത്തെ മുഖവും സ്വരവും വളരെ ഗൗരവമുള്ളതായിരുന്നു. അവിടുന്ന് എന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിന്റെ അടുക്കൽ വരുന്നതിനു മുമ്പ് നീ എന്നെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് കുറ്റബോധം തോന്നി. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അവിടുത്തെ മുഖം ഗൗരവം നിറഞ്ഞതായിരുന്നു. ഞാൻ നിന്നെ അന്വേഷിച്ച് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ നീ എന്റെ അടുക്കൽ വരുമായിരുന്നോ? ഞാൻ വരുമായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൂടുതൽ കുറ്റബോധം തോന്നി. ഇപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ മാർഗനിർദ്ദേശം നിന്നിൽ മാറ്റം വരുത്തിയിട്ടുണ്ടല്ലേ? അതെ, തീർച്ചയായും അതെന്നിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ ഒന്നുമല്ലെന്നും എന്റെ യോഗ്യതകൾ കൊണ്ടല്ല അവിടുന്ന് എന്നെ സമീപിച്ചതെന്നും അപ്പോൾ എനിക്ക് ബോധ്യമായി. എന്റെ മക്കളെ ഒരുമിച്ച് കൂട്ടി അവരെ നിനക്ക് പോഷിപ്പിക്കാമോ? ഞാൻ നിസ്സഹായയായി. എന്റെ ദൈവമേ, എനിക്ക് എങ്ങനെ കഴിയും? എന്തുകൊണ്ട് ഞാൻ അവരെ പോഷിപ്പിക്കും? എന്റെ കൃതജ്ഞത കൊണ്ട് എനിക്ക് അവിടുത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല. എന്നിൽ ആശ്രയിക്കുക. വസൂല, ഞാൻ നിന്നെ നയിക്കട്ടെ. ഞാൻ എന്റെ മക്കളെ ഒന്നിച്ചു കൂട്ടട്ടെ. നീ നിസ്സഹായയാണെന്ന് എനിക്കറിയാം. നീ ബലഹീനയാണെന്ന് എനിക്കറിയാം. എന്നെ കൂടാതെ നിനക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുക. എന്റെ സന്ദേശം ഞാൻ പൂർത്തിയാക്കുന്നതുവരെ എന്റെ ഉപകരണമായി നിന്നെ ഉപയോഗിക്കുവാൻ നീ എന്നെ അനുവദിക്കുമോ? യേശുവേ, സന്ദേശം അങ്ങിൽ നിന്ന് ആയിരിക്കുന്നിടത്തോളം ഞാൻ യേശുവാണ്. ഒരിക്കലും സംശയിക്കരുത്. സന്ദേശം എഴുതിയെടുക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. എന്റെ അധരങ്ങൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും എന്റെ മുറിവിനെ നിനക്ക് അനുഭവമാക്കി തരും. ഞാൻ നിന്നെ എന്റെ കൂടെ എന്റെ ശത്രുവിന്റെ അന്ധകാര സാമ്രാജ്യത്തിനുള്ളിൽ കൊണ്ടുപോയി ദേഹികൾ എപ്രകാരം സഹിക്കുന്നെന്ന് കാണിച്ചു തരും. എന്നെ അത്യധികമായി മുറിപ്പെടുത്തുന്ന എന്റെ എല്ലാ സഹനങ്ങളും ഞാൻ നിന്റെ മേലും ചൊരിയും. എന്റെ പുരോഹിതൻ, എന്തെന്നാൽ നീ എന്റെ പുരോഹിതനാണ്. നീ എന്നോടൊപ്പം നടക്കും. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. നമ്മൾ ഒരുമിച്ച് എന്റെ കുരിശ് പങ്കുവയ്ക്കും. നമ്മൾ ഒരുമിച്ച് സഹിക്കും. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും. നീ എന്നിലും ഞാൻ നിന്നിലും വിശ്രമം കണ്ടെത്തും. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.